എൻ്റെ പേര് ജോപ്പോൾ. ഞാൻ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. മീനങ്ങാടിക്കടുത്ത് കുമ്പളേരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ വീട് പണിതിട്ട് 17 വർഷമായി. 17 വർഷം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് റിനോവേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു 2 റൂമും കൂടെ കൂട്ടി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ മുകളിലാണ് നമ്മൾ അത് ആലോചിച്ചത്. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് പറ്റിയ ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ എന്തായാലും എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി. നമ്മുടെ വീടിന്റെ അടുത്ത് താണിക്കലെ മത്തായി ചേട്ടന്റെ വീട് ഈ ഹബീക്കോ ആണ് പണി കഴിച്ചത്. ഒരു വലിയ വീടാണ്. ഞാൻ മത്തായി ചേട്ടനോട് സംസാരിച്ചപ്പോഴും മത്തായി ചേട്ടൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. 17 വർഷം മുമ്പ് പണിത ഒരു വീട്, എൻ്റെ ഒരു ഐഡിയ നമ്മുടെ നാട്ടിലുള്ള ഒരു ആശാരിമാരെ നമ്മൾ ലോക്കലായി ഏൽപ്പിക്കുകയും നമ്മുടെ ഒരു പ്ലാന് ആണ് അതിൽ മുന്നിട്ട് നിന്നത്. നമ്മളൊരു ആർക്കിടെക്ചറെ സമീപിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കൺസൾട്ട് ചെയ്തിട്ടല്ല ആ വീട് പണിതത്. പക്ഷെ അത് കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തിരിച്ചറിഞ്ഞത്, നമ്മുടെ ഒരു വീട് പണിയുമ്പോഴും, വീടെന്നല്ല എന്തൊരു സ്ഥാപനം പണിയാണെങ്കിലും അത് അതിന്റെ പ്രൊഫഷണലായുള്ള ആളുകളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത്, അതിപ്പോ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒരു പ്രൊഫഷണലിസം ഇതിലുണ്ടെങ്കിൽ മാത്രമേ അത് ഭംഗിയാവുകയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വീക്കുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രൊഫഷണലായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു തന്നു എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ പുതിയ നിർമ്മാണ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റി. വളരെ ഭംഗിയായിട്ട് ആ ഒരു പ്രൊഫഷണലിസം ഇതിൽ കണ്ടു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു ഇതില് ഞാൻ പറഞ്ഞതും സിംപ്ലിസിറ്റി ആയിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒതുങ്ങിയ ഒരു സ്റ്റൈലിലും നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലും ഉള്ള രീതിയിലുള്ള ഒരു വീടായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും. അത് ആ ആഗ്രഹം നല്ല രീതിയിൽ തന്നെ നടന്നു എന്നാണ് വിചാരിക്കുന്നത്. പഴയ വീട് കാണുമ്പോൾ അറിയാം, അതിൻ്റെ കാർ പോർച്ച് ഒരു പ്രത്യേക ആകൃതിയിലാണ്, ഒരു വി ഷേപ്പിൽ പണിത ഒരു കാർ പോർച്ചാണ്. അത് ഈ വീടിനൊട്ടും യോജിക്കുന്നതല്ല. ഞങ്ങൾ വളരെയധികം ഡിസ്കഷൻ നടത്തി അത് എന്ത് ചെയ്യണം എന്ന്. പിന്നെ അവസാനം തീരുമാനിച്ചു അത് വലിയൊരു പരിക്കില്ലാത്ത രീതിയിൽ അതിനെ അങ്ങ് മാറ്റിയിട്ട് ഈ വീടിനോട് ചേരുന്ന ഒരു രീതിയാക്കാം എന്ന്. അവരുമായിട്ട് നടന്ന 2-3 തവണ സിറ്റിങ്ങിന് ശേഷമാണ് അത് തീരുമാനിച്ചത്. പക്ഷെ അത് ഇതിന് ഏറ്റവും അനുയോജ്യമായി. ഇപ്പോൾ ആ കാർ പോർച്ച് പണിതപ്പോൾ ഈ വീടിനോട് ചേർന്ന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ്. നമ്മൾ ആ പഴയ വീടും പുതിയ വീടും തമ്മിലുള്ള ഒരു മാറ്റം അത് കാണുമ്പോൾ അറിയാം, അത് എത്രമാത്രം ഇതിന് വളരെ യോജിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മാറ്റം അറിയാം. സിമ്പിളായിട്ടുള്ള കളറും നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നണമെങ്കിൽ ഒരു ഗ്രീനിഷ് ഫീലിങ്സ് ഒക്കെ വേണമെന്നാണ്. അപ്പം ആ ഒരു ഗ്രീനിഷ് പിന്നെ എല്ലാം തന്നെ ആ ഒരു രീതിയിലാണ് ചെയ്ത്. പിന്നെ കോണിയുടെ നമ്മൾ ചെയ്തപ്പോൾ കോണി ഈ കളറ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നീട് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പം നമ്മൾ എല്ലാം അതിനോട് യോജിച്ച രീതിയിൽ നമുക്ക് തോന്നി. എൻ്റെ ഒരു അനുഭവം വെച്ച് നമ്മളുടെ ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അത് എത്ര ഒരു ചെറിയ വീടാണെങ്കിലും ഒരു വലിയ വീടാണെങ്കിലും ഒരു പ്രൊഫഷണൽ ആളുകൾ ഈ കാര്യങ്ങൾ അറിയുന്ന ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അവരെ പണി ഏൽപ്പിക്കുകയും ചെയ്താൽ ഏറ്റവും വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ആ 2 വീടുകളുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതും അതിൻ്റെ ഒരു നിർമ്മാണ ചെലവിൽ നിന്നും എനിക്ക് മനസ്സിലായതും അങ്ങനെ. ലാൻഡ്സ്കേപ്പിംഗ് വേണമെന്നുള്ളത് ജോജിമോൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾക്കും അത് താല്പര്യമായിരുന്നു. ഒരു ലാൻഡ്സ്കേപ്പിംഗ് കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ വീടിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ വീടിൻ്റെ ഭംഗി നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് കൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഹബീക്കായിട്ടുള്ള ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇത് തീരുമാനിക്കുന്നു, ഇങ്ങനെയാണ് ഒരു വീട് വേണ്ടതെന്ന് പ്ലാൻ ഫിക്സ് ചെയ്യുന്നു. പ്ലാൻ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു എഗ്രിമെന്റ് വയ്ക്കുന്നു. എഗ്രിമെന്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ഘട്ടത്തിൽ കൊടുക്കേണ്ട തുക എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ പാലിച്ചു എന്നുള്ളതാണ്. കൂടുതൽ വാങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു പണി കഴിയുമ്പോൾ അത് നമ്മളെ വിളിക്കുകയും അത് ക്യാഷ് പിന്നെ ചെക്ക് മുഖേന വീക്കെൻഡ് അക്കൗണ്ടിലേക്ക് പോവുകയും ഓരോ ഘട്ടം കഴിയുമ്പോഴും അത് എന്താണോ പണി തീർത്തത് ആ പണി തീർത്തതിൻ്റെ പണം മാത്രം, അതായത് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് അത് ചെയ്തത്. അത് മാത്രമല്ല അതൊരു ബഡ്ജറ്റ് ഇട്ട ആ ഒരു വലിയൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായില്ല എന്ന് പറയാം. നമ്മുടെ വീടൊരു നമ്മളിരിക്കുമ്പോൾ ഒരു സന്തോഷം തരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ആംബിയൻസിലുള്ള ഒരു വീടാവുമ്പോഴാണ്. അപ്പൊ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണോ ആ പ്ലാൻ വരച്ചതെന്ന് അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും വളരെ സന്തോഷമുണ്ട്. അത് പറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ റീസണബിളായുള്ള ഒരു പൈസയ്ക്ക് പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഇതൊരു പുതിയ വീട് പോലെ തന്നെയാണ് കാണുന്നവരിൽ എല്ലാവരിലും ഫീൽ ചെയ്തത്.
ഒരു റിനോവേറ്റ് ചെയ്ത ഒരു വീടാണ് എന്ന് ആരും തന്നെ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.